ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇതുവരെ ഞാൻ പറഞ്ഞത് ഓൺലൈൻ ആയിട്ടുള്ള കുറേ ജോബ്സിനെ പറ്റിയിട്ട്, പിന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് എങ്ങനെ മണി മേക്ക് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ആയിരുന്നു ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യാം, അതായത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളത് ഫ്രം സ്ക്രാച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാം. നമുക്കറിയില്ല, കുറേ പേര് ബിസിനസിനെ പറ്റി സ്റ്റഡി ചെയ്യാതെയാണ് ഓരോ ബിസിനസ്സിലേക്ക് എടുത്തു ചാടുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം ആ ബിസിനസ്സിന് കുറേ അധികം തകരാറ് സംഭവിക്കും. അതിന്റെ ഇടയിൽ വെച്ചിട്ട് പൂട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഒരു മോഡൽ വെച്ചിട്ട് ബിസിനസ് മോഡൽ നിങ്ങളെ പരിചയപ്പെടുത്തി തരികയാണ്. അതായത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് മോഡൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് മോഡലിനെ അടിസ്ഥാനമാക്കിയിട്ട് ഞാൻ ഇന്ന് ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെ തുടങ്ങിയിട്ട് അത് അപ്സ്കെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയൊരു ബിസിനസ് മാൻ ആവാൻ പറ്റുന്നു, പിന്നെ നിങ്ങൾക്ക് കുറേ അധികം ഔട്ട്ലെറ്റ് എങ്ങനെ തുടങ്ങാൻ പറ്റുന്നു, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ബ്രെഡ് ഇൻഡസ്ട്രീനെ എക്സാമ്പിൾ ആക്കി കാണിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏകദേശം ഈ ഒരു സെയിം ഓർഡറിലായിരിക്കും ഏതൊരു ബിസിനസ് നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് എന്താ പറയാ ചെയ്തു വരേണ്ട പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റഡി ദ മാർക്കറ്റ് ഡിമാൻഡ് ആണ്. അപ്പൊ ആദ്യം നിങ്ങളിപ്പോൾ ഒരു ബ്രെഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രെഡ് ഇൻഡസ്ട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിങ്ങളുടെ കറന്റ് ലൊക്കാലിറ്റിയിലാണെങ്കിൽ, നിങ്ങളിപ്പോൾ വില്ലേജസിലാണെങ്കിൽ കൂടുതലായിട്ട് അവർ പ്രിഫർ ചെയ്യുന്നത് മിൽക്ക് ബ്രെഡ് ആയിരിക്കും, പിന്നെ വീറ്റ് ബ്രെഡ് ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളിപ്പം ഒരു മെട്രോപൊളിറ്റൻ സിറ്റി, അതായത് കൊച്ചി, അങ്ങനെ എറണാകുളം, അങ്ങനെ കോഴിക്കോട് ബേസ്ഡ് ഏരിയ ആയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവിടെ കൂടുതൽ പേരും മിൽക്ക് ബ്രെഡും പ്രിഫർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് കൂടാതെ തന്നെ അവർ പ്രിഫർ ചെയ്യുന്ന മറ്റു ബ്രെഡുകളുണ്ടാവും, മൾട്ടിഗ്രെയിൻ ബ്രെഡ്സ് ഉണ്ടാവും, പിന്നെ വെറൈറ്റി ഓഫ് അതർ ബ്രെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് മൾട്ടിഗ്രെയിൻസിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൺഫ്ലവർ സീഡ് ഉപയോഗിച്ചിട്ട്, ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ട്, അങ്ങനെ പല അധികം ബ്രെഡുകൾ അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. അവരതിന് പിന്നെ നമ്മൾ മാർക്കറ്റിൽ അവർ കൂടുതൽ പേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പം നമ്മൾ വില്ലേജസിലാണെങ്കിൽ അവർ കുറച്ച് പേ ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ കണ്ടെത്തണം. പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ബ്രെഡ്, അങ്ങനത്തെ കുറേ വെറൈറ്റി ഓഫ് ബ്രെഡ്സ് ഉണ്ട്. അപ്പം അതൊക്കെ പ്രിഫർ ചെയ്യുന്ന ലൊക്കാലിറ്റി നിങ്ങൾ ഏതാന്ന് കറക്റ്റായിട്ട് കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള മാർക്കറ്റിൽ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ ലോക്കൽ ബ്രെഡുകൾ നോക്കുക. ആ ലോക്കൽ ബ്രെഡിൽ അവരെന്തൊക്കെ കൊടുക്കുന്നു, എത്ര പ്രൈസ് ചാർജ് ചെയ്യുന്നു, ഏതൊക്കെ ടൈപ്പ് ബ്രെഡാണ് ഉള്ളത്, അങ്ങനെ ലോക്കൽ മാർക്കറ്റ് നിങ്ങളൊന്ന് ഒരു സെർച്ച് ചെയ്യുക. പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് എത്രയാണ്, എക്സ്പയറി ഡേറ്റ് എത്രത്തോളം അവർ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എത്ര ഗ്രാം ബ്രെഡാണ് ഒരു ലോഫ് ഓഫ് ബ്രെഡ്. ഒരു ലോഫ് ഓഫ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മൾ വാങ്ങിക്കുന്ന ഒരു കാര്യത്തിന് ഒരു ബ്രെഡിന് പറയുന്നത്, പാക്കറ്റിന് പറയുന്നതാണ് ഒരു ലോഫ് ഓഫ് ബ്രെഡ്. ഓക്കെ, അപ്പം എത്ര കിലോഗ്രാം വരെ അവരൊരു ലോഫ് ഓഫ് ബ്രെഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരു വിലയിരുത്തൽ നടത്തണം. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏത് ടൈപ്പ് ബ്രെഡാണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു സാമ്പിൾ, പിന്നെ അതായത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊരു സാമ്പിൾ എന്താ പറയാ മേക്ക് ചെയ്യണം. സാമ്പിൾ മേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ നൈബേഴ്സിനൊക്കെ കൊടുത്തിട്ട് ഫീഡ്ബാക്ക് ചോദിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വെച്ചിട്ടുള്ള ബിസിനസ് മോഡലിന്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ബ്രെഡിന്, ടൈപ്പ് ഓഫ് ബ്രെഡിന് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസിന് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു ബിസിനസ് മോഡൽ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബിസിനസ് പ്ലാനിങ്. ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഒരു ബിസിനസ്സിന് അത്യാവശ്യമാണ് അല്ലേ. അപ്പൊ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണ് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതിൽ വരുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്താ വെച്ചാൽ നമ്മുടെ ബ്രെഡ് ആദ്യം നമ്മൾ കണ്ടെത്തേണ്ട എന്താ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ഒരു സ്പേസ് തിരഞ്ഞെടുക്കണം. അതായത് നിങ്ങൾക്ക് ചിലപ്പം റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് തിരഞ്ഞെടുക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് സ്പേസ് കുറച്ച് ഓവർ പ്രൈസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റുമായി തുടങ്ങാം. അതായത് നിങ്ങളുടെ ഒരു സ്പേസ്, ഒരു റൂം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിന്റെ ഒരു സ്പേസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ സ്ഥലത്ത് കുറച്ചും കൂടി ഉള്ളോട്ടുള്ള ഏരിയ ആണ് സെലക്ട് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് റെന്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ ഏരിയ ഒക്കെ ഇനീഷ്യലി നിങ്ങൾ തുടങ്ങുമ്പോൾ അങ്ങനത്തെ ഏരിയ ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ മെഷീനറീസിന് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇപ്പം ഒരു ബ്രെഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപർപ്പസ് ഓവൻ വേണ്ടി വരും. അപ്പോൾ ഓവന് നിങ്ങൾക്ക് വലിയ ഓവൻ ആയതുകൊണ്ട്, അതായത് നിങ്ങൾ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയ ഓവൻ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പം വലിയ ഓവൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് വരുന്നൊരു 1.5 lakh വരെ ചിലവ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് ബ്രെഡ് സ്ലൈസിങ് മെഷീൻ വേണ്ടി വരും. ഓക്കെ, അപ്പം അതിനൊരു എമൗണ്ട് വേണ്ടി വരും. പിന്നെ ബ്രെഡ് മൗൾഡ്, അതായത് ഓരോ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ട മൗൾഡുകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പിന്നെ കുറേ സ്പാച്ചുലാസ്, യൂട്ടൻസിൽസ്, അതിന് വേണ്ട പാത്രങ്ങൾ, പിന്നെ നമ്മുടെ ഡോ മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ലാർജ് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത്, അപ്പോൾ ഡോ മിക്സർ, ഓക്കെ, അത് മിക്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഡോ മിക്സർ വാങ്ങേണ്ടി വരും. പിന്നെ നമ്മുടെ റോ മെറ്റീരിയൽസ് അല്ലേ,
റോ മെറ്റീരിയൽസും കാര്യങ്ങളും. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്തണം. അപ്പം അതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഏകദേശം എത്ര വരും എന്ന് നോക്കിയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഞാൻ അവസാനം പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഓക്കെ, നിങ്ങൾ എറണാകുളം അങ്ങനത്തെ സിറ്റീസിലൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഓവനും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രൊഡക്ഷൻ, അതായത് ഇത്തരത്തിലുള്ള ഇനീഷ്യലി വരുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ട് കുറയ്ക്കാം. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കുറച്ച് ഉള്ളോട്ടുള്ള ഏരിയ സെലക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ വീട് ഉപയോഗിച്ച് ചെയ്യാനൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിൽ എന്ത് ചെയ്യാം, അത് കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, സെക്കൻഡ് ഹാൻഡ് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് ആ ബ്രെഡ് ഉണ്ടാക്കാൻ എങ്ങനെ അറിയാലേ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അതായത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതായത് നമ്മൾ വേറൊരാളെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും. വളരെയധികം എളുപ്പം ആർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ ആരെ നിർത്തിയാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ബ്രെഡ് മേക്കിംഗ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നമുക്ക് ബ്രെഡ് മേക്കിങ്ങിന് എന്തൊക്കെ ആവശ്യമുണ്ട്, നമുക്ക് വാട്ടർ, പിന്നെ നമ്മുടെ വീറ്റ്, അതായത് വീറ്റ് ഗ്രെയിൻ ആവാം അല്ലെങ്കിൽ മൈദ മാവാം, പിന്നെ നമുക്ക് എന്ത് വേണം, മിൽക്ക്, ഷുഗർ, സാൾട്ട്, ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ബ്രെഡും കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നത്. റോ മെറ്റീരിയൽസ് എവിടെ നിന്നെങ്കിലും കിട്ടുന്നത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കണം. അത് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും, നമുക്കിപ്പം ഹോൾസെയിലായിട്ട് വാങ്ങാം. അതായത് നമ്മൾ 15 kg അല്ലെങ്കിൽ 20 kg ഒക്കെ ആയിരിക്കും നമ്മൾ ഫ്ലോറും കാര്യങ്ങളൊക്കെ വാങ്ങാം. ബേസിക് ആയിട്ട് ആദ്യം തുടങ്ങുകയാണെങ്കിൽ ഒരു 50 loaf ഓഫ് ബ്രെഡൊക്കെ 1 day പെർ ഉണ്ടാക്കണമെങ്കിൽ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലോക്കലി ഉള്ള ഹോൾസെയിൽ ഷോപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് അവിടെ നിന്ന് വാങ്ങണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാർമേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഡയറക്റ്റ് ഫാർമേഴ്സിൽ നിന്ന് വാങ്ങാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ചിലവ് ചുരുക്കി എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല മാർഗം. അല്ലെങ്കിൽ നമ്മൾ എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് എമൗണ്ട് ഓഫ് മണി അതിന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം ഇത്തരത്തിൽ നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടുപിടിക്കാൻ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാൽ മതി. നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് കിട്ടും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് സെറ്റിംഗ് അപ്പ് ക്ലൗഡ് കിച്ചൺ ആണ്. ഓക്കെ, അപ്പോൾ ക്ലൗഡ് കിച്ചൺ മാതിരിയാവും കൂടുതൽ പേരും തുടങ്ങുക. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ബേക്കറി മാതിരി ഒരു സിറ്റി ഏരിയയിലൊക്കെ എന്താ പറയുക പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസ റെന്റ് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇനീഷ്യലി നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് അത്രത്തോളം റെന്റ് കൊടുക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്ലൗഡ് കിച്ചൺ മാതിരി ചെറിയ സെറ്റപ്പിൽ നമ്മൾ ഒരു സ്ഥലത്ത് തുടങ്ങണം. ഓക്കെ, അപ്പം അവിടെ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പം ഒരു ബേക്കറി മാതിരി തുടങ്ങും. ഇപ്പം നിങ്ങൾക്ക് കയ്യിൽ എമൗണ്ട് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബേക്കറി മാതിരിയിട്ട് പുറത്ത് റെന്റ് ഔട്ട് ചെയ്തിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കൂടുതൽ എന്താ പറയുക, ഒരു സ്കൂളിൻ്റെ ഏരിയ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പേര് റെസിഡൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, അങ്ങനെ കുറച്ചും കൂടി ഒന്ന് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്കറിയില്ലേ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ചില പേര്, അതായത് കൂടുതൽ പേരും ഇപ്പോൾ ബ്രെഡൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഏരിയ സെലക്ട് ചെയ്യുക. നമ്മൾ ക്ലൗഡ് കിച്ചൺ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ലൊക്കാലിറ്റിയിൽ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും സ്പേസ് കുറച്ചും കൂടി റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു 300 to 400 സ്ക്വയർ ഫീറ്റിന് ഒരു അറൗണ്ട് 10,000 ഒക്കെ റുപ്പീസ് പെർ മന്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ റെന്റ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തുക, അവിടേക്ക് നിങ്ങളുടെ എക്യുപ്മെന്റ്സ് കൊണ്ടുവരിക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ അടുത്തതായിട്ട് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഓക്കെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതായിട്ടുള്ള കുറേ സ്ട്രാറ്റജീസ് കണ്ടെത്തണം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് അറിയാലേ, നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും ഇപ്പോൾ ബ്രാൻഡാണ് പോപ്പുലറൈസ് ചെയ്തുകൊണ്ട് വരുന്നത്. അതായത് ഓരോ ബ്രാൻഡിന് ഇപ്പം വാല്യൂ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ലോ സ്കെയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പിന്നീട് അതിന് ബ്രാൻഡ് നെയിം സജസ്റ്റ് ചെയ്യണം, ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഓരോ ഇതിനും അതിൻ്റെ പാക്കേജിങ്ങിലൊക്കെ നമ്മുടെ ബ്രാൻഡ് നെയിം എന്ത് ചെയ്യണം, കൊടുക്കാൻ തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് കുറേ അധികം പോപ്പുലാരിറ്റി കിട്ടും, നമ്മുടെ ബ്രാൻഡ് നെയിം എന്ത് ചെയ്യാം, കുറേ ആൾക്കാർ അറിഞ്ഞു തുടങ്ങും. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്യാം. ഓരോ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേജിൽ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പ്രൊഡക്ഷൻ സംഭവങ്ങൾ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് എത്രത്തോളം ക്ലീൻനെസ്സിലാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക സബ്സ്റ്റൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഓഡിയൻസിൽ അത് എന്ത് ചെയ്യും, കുറച്ചുകൂടി നമ്മുടെ പ്രൊഡക്റ്റിനെ പോപ്പുലാരിറ്റി
കൂട്ടി തരും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും, നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേര് ചെയ്യുന്നതാണ്. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് മറ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ എന്താ പറയുക ഷോക്കേസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് കുറച്ച് എമൗണ്ട് ഓഫ് മണി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ എന്തായാലും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ലോക്കൽ ഷോപ്പിനെ നമ്മൾ മീറ്റ് ചെയ്യുക. നമ്മൾ അടുത്തുള്ള ലോക്കൽ ഷോപ്പിൽ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, സെറ്റപ്പ് ചെയ്യുക, ഒരു പ്രത്യേക കൗണ്ടർ സെറ്റപ്പ് ചെയ്യുക നമ്മുടെ ഇതിന് വേണ്ടിയിട്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാം, പരസ്യം കൊടുക്കുക, ബാനേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഷോപ്പിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ബാനേഴ്സും കാര്യങ്ങളും നമ്മൾ ബ്രാൻഡ് നെയിം കാണിച്ചിട്ടുള്ള ബാനേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഓരോ ആൾക്കാർ അവിടെ കാണുമ്പോൾ, അവിടെ വരുന്ന ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം ഇങ്ങനെ കണ്ട് മനസ്സിലായി വരുമ്പം അവർ പിന്നെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും പോയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കണ്ടാൽ അതായിരിക്കും വാങ്ങുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഈ ബിസിനസ് മോഡലിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണം. അതായത് നിങ്ങൾ ഒരു ബ്രെഡ്, ഇപ്പോൾ ഒരു മിൽക്ക് ബ്രെഡിന് ബേസിക് ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40 to 60 ഇടയിലാണ് വരുന്നത്, ഒരു ലോഫ് ഓഫ് ബ്രെഡിന് വരുന്നത്. അപ്പം നിങ്ങൾ പ്രൈസ് എത്ര പ്രൈസിനാണ് നിങ്ങൾ ആ ലൊക്കാലിറ്റിയിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡിറ്റർമൈൻ ചെയ്യണം. അത് ഓരോ ബ്രെഡിനും, നിങ്ങൾക്ക് ഇപ്പം മിൽക്ക് ബ്രെഡ് ആവും, അല്ലെങ്കിൽ ഇപ്പം ഹോൾ ഗ്രെയിൻ ബ്രെഡ് ആവും. അപ്പം ഹോൾ ഗ്രെയിൻ ബ്രെഡിന് നമുക്ക് എന്താ ചെയ്യുക, മേക്കിംഗ് ചാർജ് കുറച്ച് കൂടുതലാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും കുറച്ച് പൈസ കൂട്ടിയിട്ടായിരിക്കും എന്താ പറയുക ഹോൾ ഗ്രെയിൻ ബ്രെഡ് വിൽക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ പ്രൈസ്, നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ് നമ്മൾ കറക്റ്റായിട്ട് അഷ്യൂർ ചെയ്തിട്ട് മനസ്സിലാക്കണം. അതെങ്ങനെ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്കൽ ഷോപ്പിലോ അങ്ങനത്തെ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ഏരിയയിലൊക്കെ പോയിട്ട് നിങ്ങൾ അവിടുത്തെ സെയിം ആയിട്ടുള്ള കമ്മോഡിറ്റിക്ക് അവരെത്ര കോസ്റ്റ് ചെയ്യുന്നു, അവിടെ എത്ര ചാർജ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ട് എല്ലാം വിലയിരുത്തിയിട്ട് വേണം, നമ്മുടെ മേക്കിംഗ് ചാർജും എല്ലാം വിലയിരുത്തിയിട്ട് വേണം നമ്മൾ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹയറിംഗ് ആൻഡ് ട്രെയിനിങ് സ്റ്റാഫ്സ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചെറിയ ബിസിനസ് ഇപ്പോൾ വളർന്നു കഴിഞ്ഞല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറേ പേരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റാഫ്സിനെ ഹയർ ചെയ്യണം. അപ്പം ബേക്കിംഗ് മേഖലയാണെങ്കിൽ ഇപ്പം ബേക്കിംഗ് ഇൻഡസ്ട്രീസിൽ കുറേ അധികം ബേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം അവിടുന്ന് ആദ്യമായിട്ട് വരുന്ന ഗ്രാജുവേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് എമൗണ്ട് ഓഫ് മണി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് നമുക്കൊരു 10,000 rupees പെർ മന്ത് അങ്ങനെ എന്തെങ്കിലും മണി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഓടി നടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഹയർ ചെയ്യാൻ തുടങ്ങുക സ്റ്റാഫ്സിനെ. അതായത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തിരിക്കാം, പ്രൊഡക്ഷന്, മേക്കിങ്ങിന്, പ്രൊഡക്ഷന്, പിന്നെ അത് കഴിഞ്ഞിട്ട് പാക്കേജിങ്ങിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് തിരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലെ ഹയറിംഗ് ഒക്കെ നടത്താൻ വേണ്ടി. ഹയറിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് ട്രെയിനിങ്ങും കൊടുക്കണം, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അതായത് നമ്മുടെ ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമ്മൾ പ്രൊഡക്ട്സിൻ്റെ എണ്ണം കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ പ്രൊഡക്ട്സും എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഗുണനിലവാരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പിന്നെ പ്രോപ്പർ ഹൈജീനിങ്, പിന്നെ പാക്കേജിങ്, അതൊക്കെ എങ്ങനെ ചെയ്യണം, അതിൻ്റെ പുതിയ രീതികൾ എന്താ, അപ്പോൾ ഇതിനൊക്കെ പറ്റിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് അവരെ ബെറ്റർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞയക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും പ്രോപ്പർ ട്രെയിനിങ്ങും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യും, പിന്നെയും ഒരുപാട് അധികം വളരാൻ തുടങ്ങും. പിന്നെ ഞാൻ കുറച്ച് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി കമ്മിറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് FSSAI ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ബൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൽ ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഞാൻ പറഞ്ഞല്ലോ ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നുണ്ട്, നമ്മൾ പുറത്തൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ പ്രൊഡക്ഷൻ ഏരിയ ആയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ വലിയ ഓവനും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫയർ ആൻഡ് സേഫ്റ്റീൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ലോക്കലി സെൽ ചെയ്യാനുള്ള ലൈസൻസും കാര്യങ്ങളും, നമ്മുടെ കമ്പനി ലൈസൻസ് ഇതൊക്കെ നമ്മൾ അവിടെ ലോക്കലി ഉള്ള മുനിസിപ്പാലിറ്റിയിൽ നിന്നും പഞ്ചായത്തിൽ നിന്നൊക്കെ എടുക്കേണ്ടത് നിർബന്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓരോ പഞ്ചായത്ത് മീറ്റ് ചെയ്തിട്ട് അവിടെ നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വളർന്നു കഴിഞ്ഞിട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇൻഡസ്ട്രി വളരെയധികം വളർന്നു, നമുക്ക് നല്ലൊരു ബ്രാൻഡ് വാല്യൂ, നമ്മുടെ ബ്രാൻഡ് നെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ പുതിയ ഔട്ട്ലെറ്റുകൾ തുടങ്ങുക. അതായത് നമ്മൾ കറൻ്റ്ലി ഉള്ള ഇതിന്ന് എക്സ്പാൻഡഡ് ആവുക, നമ്മൾ വേറെ കുറേ സ്ഥലങ്ങളിൽ, അതായത് കുറച്ചും കൂടി എന്താ പറയുക, ആൾക്കാർക്കുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഇതൊന്നും ഒരു പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരത്തിൽ നമ്മൾ കുറച്ചും കൂടി മെട്രോപൊളിറ്റൻ സിറ്റീസൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ നമ്മൾ ഔട്ട്ലെറ്റ് തുടങ്ങും. ഓക്കെ, അവിടെ നിന്നിട്ട് ഡെലിവറീസ് ചെയ്തിട്ട് അവിടുന്ന് കൂടുതൽ എമൗണ്ട് ഓഫ് മണി ഉണ്ടാക്കാൻ തുടങ്ങുക. അതുപോലെ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ലൊക്കാലിറ്റീസ്, പിന്നെ എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത്തരത്തിൽ MBA അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കി നടത്തിക്കോളും, നമ്മൾ ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയായിരിക്കും.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഫ്രാഞ്ചൈസി കൊടുക്കുക. ഫ്രാഞ്ചൈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർക്ക് എന്താ ചെയ്യുക, നമ്മളെ ബ്രാൻഡ് നെയിംസിൽ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനുള്ള അനുമതി കൊടുക്കുക. എങ്ങനെയാണ് നമുക്ക് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെ വാല്യൂ കുറയാത്ത രീതിയിൽ വേണം അവർ സെൽ ചെയ്യാൻ. അങ്ങനത്തെ കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, 50-50 പ്രോഫിറ്റ് അവർക്ക് കൊടുക്കും. കാരണം പ്രൊഡക്ഷൻ യൂണിറ്റും കാര്യങ്ങളൊക്കെ അവരായിരിക്കും തുടങ്ങുക. നമ്മുടെ ബ്രാൻഡ് നെയിം മാത്രമായിരിക്കും അവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ നമുക്ക് ഫ്രാഞ്ചൈസിയും ഇതൊന്നും തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുവഴി നമ്മുടെ കുറച്ചും കൂടി കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്താൻ തുടങ്ങും. അതിന് പ്രോഫിറ്റ് നമുക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനിയാണ് നമ്മൾ ബിൽഡ് എ ബ്രാൻഡ്. ബിൽഡ് എ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ USP കൊണ്ടുവരിക, അതായത് യുണീക്ക് സെല്ലിംഗ് പോയിന്റ്. അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു സ്പെസിഫിക്, അതായത് ബ്രെഡ് ഇൻഡസ്ട്രിയിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് രേഖപ്പെടുത്തുക. അതെന്ന് പറഞ്ഞാൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പം ബീട്രൂട്ട് ബ്രെഡ് കൊണ്ടുവരാം. നമുക്ക് ആ ഒരു പർപ്പിൾ കളർ ഉണ്ടാവും. പിന്നെ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിച്ചിട്ടുള്ള ബ്രെഡ്. പിന്നെ നമുക്കൊരു പ്രത്യേക ഗ്രീൻ കളർ ബ്രെഡ് ഉണ്ട്. അത് നമ്മളെ ഒരു ടീ പ്ലാന്റ് ഉപയോഗിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു ബ്രെഡാണ്. അപ്പോൾ അതിനൊക്കെ യുണീക്ക് ടേസ്റ്റും ഉണ്ടാവും. പിന്നെ എന്താ ചെയ്യാം, ഹൈ ഹെൽത്ത് കൺസേൺ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു അപ്പീലിംഗ് വ്യൂ കിട്ടുകയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബ്രെഡ് കാണുകയാണ് ആൾക്കാർ. ഓക്കെ, അപ്പം പിന്നെ കോക്കനട്ട് ഉപയോഗിച്ചിട്ട്, ബനാന ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ബ്രെഡുകൾ കൊണ്ടുവരിക. അപ്പോൾ ഇതെന്ത് ചെയ്യും, ക്ലിക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുകയാണ്. അതുവഴി നമ്മുടെ ബ്രാൻഡ് എന്ത് ചെയ്യുക, വളരെയധികം പോപ്പുലർ ആവുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സ് വന്നു തുടങ്ങും നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സ്ഥലത്തേക്ക് നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു ബിസിനസ് റൺ ചെയ്യാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരത്തിലൂടെയാണ് നമ്മുടെ ബിസിനസ് വളർന്ന് വരുന്നത്. ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ഇങ്ങനെ തന്നെയാണ്. ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയാലും നമ്മൾ വളർന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആയി മാറുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തരാം. എങ്ങനെയൊക്കെയാണ് ഇതിൽ പ്രൈസ് വരുന്നത്, എത്രയൊക്കെയാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഒരു ബേസിക് ആയിട്ട് നമ്മൾ ബ്രെഡ് ഇൻഡസ്ട്രിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒരു ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയൊക്കെയാണ് നിങ്ങളെ ഇൻകം വരികയെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ബേസിക് ആയിട്ട് തുടങ്ങുമ്പോൾ പറയുന്നത്, നമ്മൾ കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, അതായത് ഇഷ്ടം പോലെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ബേസിക് ആയിട്ട് നിങ്ങൾ റൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആദ്യം ഞാൻ ഒന്ന് പറയാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രെഡ് ഓവൻ വേണം അല്ലേ. ബ്രെഡ് ഓവനിൽ ഏകദേശം 1 lakh rupees അടുപ്പിച്ചാവും. പിന്നെ ഡോ മിക്സറിന് ഏകദേശം 30,000. പിന്നെ ബ്രെഡ് സ്ലൈസർ, വെയിറ്റിംഗ് സ്കെയിൽ വേണം. പിന്നെ ബ്രെഡ് സ്ലൈസ് ചെയ്യുക, റെഫ്രിജറേറ്റർ വേണം. പിന്നെ എന്ത് ചെയ്യാം, ബേക്കിംഗ് മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഇതിനൊക്കെ കൂടി ഏകദേശം ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 2 to 2.5 lakhന്റെ അടുത്ത് വരും ഇനീഷ്യലി ആയിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് ഞാൻ പറയുന്നത്, ഞാൻ ഇനി പറയാൻ പോകുന്നത് 1 day കേട്ടോ. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര കോസ്റ്റ് വരും റോ മെറ്റീരിയൽസ് എന്നാണ്. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അവിടെ കിടന്നോട്ടെ. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നികത്താൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ, അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ്, നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് മിൽക്ക് ബ്രെഡ്, സപ്പോസ് വിചാരിക്കട്ടോ, മിൽക്ക് ബ്രെഡ്, വീറ്റ് ബ്രെഡ്, പിന്നെ എന്താ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ആണെന്ന് വിചാരിക്കുക. അതിൽ മിൽക്ക് ബ്രെഡിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഫ്ലോർ നമ്മളെപ്പോഴും മിൽക്ക് ബ്രെഡ് നമ്മൾ ഉണ്ടാക്കുന്നത് എത്രയാ, 50 loaf ആണ് കേട്ടോ. 50 ബ്രെഡാണ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫ്ലോർ ആണ് അല്ലേ. മൈദമാവ് വേണം, അത് എത്ര, 15 kg വേണം. അതിന് ഏകദേശം എത്ര, 600 രൂപയാവും. മിൽക്ക് വേണം, മിൽക്ക് ഒരു 5 ലിറ്റർ വേണം, 250 രൂപ. അതുപോലെ ഷുഗർ വേണം, ഒരു 90 രൂപ 2 kgക്ക്. പിന്നെ ഈസ്റ്റ് 500 gram 60 rupees. പിന്നെ അതുപോലെ ബട്ടർ ആൻഡ് ഓയിൽ 1.5 കിലോയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 450 rupees വരും. പിന്നെ അതുപോലെ സാൾട്ട് ആൻഡ് അതർ പ്രിസർവേറ്റീവ്സ്, അതിന് നമുക്കൊരു 250 rupees. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 1500 രൂപ വരും നമുക്ക് ഒരു ദിവസം ഒരു 50 മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമുക്ക് കോസ്റ്റ് എത്ര ഇടാം, നമുക്കൊരു കോസ്റ്റ് 50 rupees ആണ് ഒരു മിൽക്ക് ബ്രെഡിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു 50 rupees വെച്ചിട്ട് നമ്മൾ ഒരു 50 ലോഫ് ഓഫ് ബ്രെഡ് സെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2500 rupees ആണ് കിട്ടുന്നത്. അപ്പോൾ 2500 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എത്ര, അറൗണ്ട് 1000 rupees ആണ് നമുക്ക് 1 day കിട്ടുന്നത് മിൽക്ക് ബ്രെഡ് എന്ന് മാത്രം. ഇനി നമ്മൾ വീറ്റ് ബ്രെഡ് ആണെങ്കിൽ, വീറ്റ് ബ്രെഡിൽ ഒരു വ്യത്യാസമില്ല, മിൽക്ക് ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് പിന്നെ മൈദമാവിന് പകരം നമ്മൾ ഗോതമ്പ് പൊടിയാവും, അതായത് വീറ്റ് ഫ്ലോർ ആവും. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, അതിന് അറൗണ്ട് 700 rupees ആവും. അപ്പം മേക്കിംഗ് ചാർജ് വരുന്നത് 50 ബ്രെഡ്സിന് വരുന്ന മേക്കിംഗ് ചാർജ് അറൗണ്ട് ഒരു 1300 വരും. 1300 എന്ന് പറഞ്ഞാൽ വീറ്റ് ബ്രെഡ് പറഞ്ഞാൽ കുറച്ച് ഹെൽത്തി കൺസേൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വില കൂട്ടി വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു 60 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് 3000 രൂപ ഒരു ദിവസം കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്,
മേക്കിംഗ് ചാർജും ഇതും നോക്കിക്കഴിഞ്ഞാൽ 1400 ആണ് നമ്മൾ ഒരു ദിവസത്തെ ലാഭം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടിഗ്രെയിൻ ഫ്ലോറിന് നമുക്ക് കുറച്ച് പ്രൈസ് കൂടുതലാണ്, 900 രൂപ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജ് എല്ലാം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറൌണ്ട് 2000 അടുത്ത് മേക്കിംഗ് ചാർജ് വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു 70 റുപ്പീസിനായിരിക്കും ഇത് മൾട്ടിഗ്രെയിൻ വിൽക്കുക, അത് കുറച്ചും കൂടി ഹെൽത്തി ആയതുകൊണ്ട്. ഓക്കെ, അപ്പം 70 റുപ്പീസിന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെർ ഡേ എത്രയാ 35,000 റുപ്പീസ് കിട്ടി. സോറി 3,500 റുപ്പീസ് കിട്ടി. 3,500 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ലാഭം നോക്കുകയാണെങ്കിൽ 1,300 ആണ്. അപ്പൊ നമ്മൾ ഈ 3 ബ്രെഡും നമ്മൾ 50 എണ്ണം വെച്ചിട്ട് ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് എത്രയാ വെച്ചാൽ 2,700 റുപ്പീസ് ആണ് നമുക്ക് ഒരു ദിവസം കിട്ടാവുന്ന പ്രോഫിറ്റ്. ഞാൻ ചെറിയ രീതിയിൽ തുടങ്ങിയുള്ള കാര്യം പറയുന്നത്, ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രം നിന്നിട്ട്. ഓക്കെ, അപ്പം 2,700 ആണ് കിട്ടുന്നത്. അതിൽ നിന്ന് നിങ്ങൾ ഒരു മാസം കിട്ടുന്ന എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് വരുന്നത് 81,000 ആണ്. അപ്പൊ 81,000ൽ നിങ്ങളൊരു ഇപ്പോൾ നിങ്ങൾ ഹയർ ചെയ്ത ഒരാൾക്ക് അറൗണ്ട് ഒരു 20,000 കൂട്ടിക്കോ ഹയർ ചെയ്ത ആൾക്കും, പിന്നെ നിങ്ങൾ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കറണ്ട് ചിലവ്, ഓക്കെ, അതെല്ലാം കൂടി നോക്കിയിട്ട് ഒരു 20,000 റുപ്പീസ് കിഴിച്ചാലും നിങ്ങൾക്ക് എത്ര കയ്യിൽ നിൽക്കും? 61,000 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഒരു മന്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം 50 ലോഫ് ഓഫ് ബ്രെഡിന് അത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് 100 ലോഫ് ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും, അതായത് 1,22,000 റുപ്പീസ് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് ബിസിനസ്. അതായത് നമ്മൾ ചെറുതെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, വളർന്ന് നമുക്ക് എന്ത് ചെയ്യും, വളരെയധികം വലിയൊരു എമൗണ്ട് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടി തുടങ്ങുന്നത്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാം, നമുക്ക് ഫെർദർ വേറെ കാര്യങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിനെ പറ്റിയിട്ട്, അതായത് പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഒരു ബിസിനസ് റൺ ചെയ്യാൻ എന്താ പറയുക ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ അതിന്നൊരു പാഠമൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രമായിരിക്കും ഒരു ബിസിനസ്സിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി. അല്ലാതെ ചാടി കയറി ഒരിക്കലും ഒരു ബിസിനസ് റൺ ഔൺ ചെയ്യരുത്, അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം സ്റ്റഡി ചെയ്യുക, അങ്ങനത്തെ എല്ലാ പ്രൊസീജിയേഴ്സും കറക്റ്റായിട്ട് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് നല്ല വീഡിയോസും അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പം അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.